Welcome back നമ്മളിപ്പം ഡോക്ടർ സാമുൽ കെ നയനൻ, കൺസൾട്ടന്റ് ഓറൽ ഇംപ്ലാന്റോളജിസ്റ്റ് ആൻഡ് ഓൾസോ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ. സർ, ഇപ്പോൾ നമ്മൾ ആധുനിക ചികിത്സാ രീതികളെ കുറിച്ച് പറയുമായിരുന്നു. ഇപ്പോൾ സാർ ഇപ്പോൾ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി വരെ ആയി. അതെ, കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. പല്ല് നമുക്ക് വെളുപ്പിക്കാം, ഒരു രീതിയുണ്ട്. പിന്നെ ഗ്യാപ്പ് അടയ്ക്കുക. പിന്നെ ഇപ്പം പുതുതായിട്ട് കാണുന്ന ഒരു ട്രെൻഡ് ടൂത്ത് ജ്വല്ലറി. ഓക്കെ ഓക്കെ നമ്മൾ പരസ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പല്ലിൻ്റെ പുറത്ത് നമ്മൾ ചില മുത്തുകൾ ഘടിപ്പിക്കുക, ഒരു സ്പാർക്കിംഗ് സ്മൈൽ കിട്ടുക. പിന്നെ ക്യാപ്പിംഗ്, മുമ്പ് നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ക്യാപ്പിംഗ് ഇടുന്നതിനുള്ള മെറ്റീരിയൽ മെറ്റലും പിന്നെ അതുപോലെ സെറാമിക് അങ്ങനെയുള്ള ക്യാപ്പിങ്ങുകളൊക്കെ ആയിരുന്നു. എന്നാൽ അടുത്ത കാലത്തായിട്ട് നമുക്ക് കേരളത്തിൽ നമുക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ ലഭ്യമായിട്ടുള്ളതിൽ അതിലും മെച്ചമായിട്ടുള്ള ചികിത്സാ രീതികൾ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ മെറ്റൽ ഫ്രീ സെറാമിക്സ്, അതായത് ഇതിനകത്ത് ലോഹക്കൂട്ടുകളൊട്ടും ഇല്ലാത്ത തന്നെ പല്ലിന്റെ നാച്ചുറൽ കളർ കിട്ടാവുന്ന, എത്ര സൂക്ഷിച്ചു നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഇപ്പൊ നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആണ്. ഹലോ ഹലോ മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഞാൻ അർച്ചനയാണ്, കൊല്ലത്ത് നിന്ന്. മാഡം ഡോക്ടറോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ അർച്ചന. ഹലോ ഡോക്ടർ, എന്റെ ഒരു പല്ലിന്റെ മേലിലായിട്ട് ഒരു ചെറിയ കുരുപ്പ് പോലെ വന്ന് പഴുത്ത് പൊട്ടും ഇടയ്ക്കിടയ്ക്ക്. ചിലപ്പോഴൊക്കെ ഉള്ളൂ. അത് പക്ഷെ ഇപ്പൊ ഡോക്ടറെ കാണിച്ച പറയുന്ന ആ പല്ലിന്റെ പിന്നെ ഹസ്തിക്ക് ആ പല്ലിനായിട്ട് പഴുപ്പ് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ അത് മാറ്റിയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ അതെടുത്ത് കളയാതെ മറ്റെന്തെങ്കിലും ചികിത്സ ആണോ? അതെ, എനിക്കത് കേട്ടിടത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നത് ആ പല്ലുകൾക്ക് നേരത്തെ എന്തെങ്കിലും തകരാറുകൾ, വീഴ്ചയിലോ അല്ലെങ്കിൽ ദന്തക്ഷയം മൂലമോ എന്തെങ്കിലും തകരാറുണ്ടായിരിക്കാം. മറ്റൊന്നും പക്ഷെ തോന്നില്ല, വേറെ ഒന്നും തോന്നുന്നില്ല. നിറ വ്യത്യാസമുണ്ടോ, കളർ വ്യത്യാസമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല, മറ്റുള്ള പല്ലുകളുടെ കൂട്ട് തന്നെ. അപ്പൊ ഒരു നടപ്പല്ലിന് വേദന പോടായിട്ട് രണ്ടെണ്ണം എടുത്തിരുന്നു. അന്നേരം ഇങ്ങനെ എക്സ്റേ എടുത്ത് ഇങ്ങനെ നോക്കിയപ്പോഴും ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പം എക്സ്റേയിൽ ഇതിന് എത്രമാത്രം വ്യാപ്തി ഉണ്ടെന്നുള്ളത് നോക്കുക. നോക്കിയതിനു ശേഷം നമുക്ക് അതിനെ ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വഴി ഇതിനെ പരിഹരിക്കാം. അതിനും പറ്റുന്നില്ല എങ്കിൽ നമുക്കൊരു ചെറിയൊരു ഓപ്പറേഷൻ പോലെ പല്ലിന്റെ വേരിന് മുകളിലുള്ള പഴുപ്പ് നമുക്ക് ചെറിയൊരു ഓപ്പറേഷൻ വഴി നമുക്ക് അത് മാറ്റി കളയാവുന്നേ ഉള്ളൂ. റൂട്ട് കനാൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലേ? ഓക്കെ, അപ്പൊ അത്രയ്ക്ക് തകരാറുള്ള പല്ലായിരിക്കണം അത്. അങ്ങനെയാണെങ്കിൽ പല്ലെടുത്ത് മാറ്റി കളയേണ്ടി തന്നെ വരും. ഓക്കെ മാഡം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ സാർ, ഇപ്പോൾ ഒരു ഇംപ്ലാന്റോളജിസ്റ്റ് ആണല്ലോ. പുതിയ ഇംപ്ലാന്റ് ചെയ്യേണ്ടുന്ന അവസ്ഥ എപ്പോഴാണ് വരുന്നത്? പല്ല് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ്. ഏതൊക്കെ രീതിയിലുള്ള ഏത് തരത്തിലും ഇപ്പൊ ആക്സിഡന്റ് പറ്റി പകുതി പല്ല് പോയാലും അങ്ങനെയൊക്കെ ആ അവസ്ഥയിലൊക്കെ ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രധാന ലക്ഷ്യം കഴിവതും പല്ല് നഷ്ടപ്പെടാതെ നിർത്തുക എന്നുള്ളതാണ്. ഇപ്പം ആക്സിഡന്റ് ഒക്കെ പറ്റി പകുതിയൊക്കെ പല്ല് പോയാലും ഞങ്ങൾ അതിനെ ചികിത്സിച്ച് അതിനെ പഴയ സ്ഥിതിയിലേക്ക് തന്നെ കൊണ്ടുവരാറുണ്ട്. അതിനും അപ്പുറം പല്ല് പോയി കഴിഞ്ഞെങ്കിൽ നമ്മൾ പല്ലെടുത്ത് കളയുന്ന ഒരു സ്ഥിതി വരുന്നുള്ളൂ. പല്ലെടുത്ത് കളഞ്ഞെങ്കിലാണ് നമുക്ക് ഇംപ്ലാന്റിന്റെ ചികിത്സയുടെ ആപ്ലിക്കേഷൻ വരുന്നത്. ഒരു കോൾ ഉണ്ട് സാർ. ഹലോ ഹലോ മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന്. പേര് പറഞ്ഞു. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ മാഡം. അത് എന്റെ മോൾക്ക് വേണ്ടിട്ടാണ്. 12 വയസ്സായ മോളാ. ഫ്രണ്ടിലത്തെ പല്ലുണ്ടല്ലോ, അതിന്റെ ഇടയ്ക്ക് വേറെ പല്ലും കൂടി വന്നിട്ടുണ്ട്. വേറൊരു പല്ല് കൂടെ കിളിച്ചു വരുന്നു അല്ലേ? ഒപ്പം ഈ പല്ല് പറഞ്ഞു വന്നപ്പോ ഒപ്പം തന്നെ അടിയിലും പല്ല് വന്നു. ഓക്കെ, അപ്പൊ ഈ പല്ല് ഇത്തിരി പൊന്തിങ്ങനെ നിൽക്കുന്നുണ്ടേ ഫ്രണ്ടിലെ പല്ല്. ഓക്കെ, അപ്പൊ അതിന് എന്ത് ചെയ്യാ? നമുക്ക് ചുരുക്കം ചില ആളുകൾക്ക് നമുക്ക് വേണ്ടതിലും അധികം പല്ലുകൾ കിളിച്ചു വരാറുണ്ട്. അത് നമ്മൾ അധികമായിട്ട് വന്ന പല്ലാണോ എന്നുള്ളത് ഒരു എക്സ്റേ എടുത്തൊന്ന് പരിശോധിച്ച ശേഷം നമുക്ക് വേണ്ടതിലും അധികമുള്ള പല്ലാണെങ്കിൽ നമുക്കത് നീക്കം ചെയ്യുന്നതാണ് നല്ലത്. ഞങ്ങള് വേറൊരു ഡോക്ടറെ കണ്ടിരുന്നു. അപ്പൊ സാർ പറഞ്ഞു ഈ പല്ല് ഉറച്ചതിന് ശേഷം അത് കളയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതെ, ചിലപ്പം നമ്മുടെ പുതുതായിട്ട് കിളിച്ചു വന്ന പല്ലിന് ഈ ഒരു പല്ല് എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ പുതുതായിട്ട് കിളിച്ചു വന്ന പല്ലിന് ക്ഷയം ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കണം ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. അതെ, എനിക്കും കൂടി എനിക്ക് 34 വയസ്സുണ്ട്. എന്റെ പല്ലുകൾക്കൊക്കെ ഇങ്ങനെ മഞ്ഞ കളറും ഉണ്ട്. പിന്നെ അടി പല്ലിന്റെ കടഭാഗം ഇങ്ങനെ തേഞ്ഞു പോവാ, വട്ടത്തിൽ ഇങ്ങനെ തേഞ്ഞു പോവാ, ഭയങ്കര പുളിക്കലും. എന്ത് ചെയ്യും? അത് നമുക്ക് ഒന്നാമത് തന്നെ പല്ലിന്റെ നിറ വ്യത്യാസം ഒന്ന് ക്ലീനിങ് ചെയ്യണം. അതിനുശേഷം ഈ പല്ല് തേഞ്ഞു പോയിട്ടുള്ള ഭാഗങ്ങളിൽ നമുക്ക് കൃത്യമായി ഇനാമിൽ വെച്ചിട്ട് ഘടിപ്പിക്കാവുന്നേ ഉള്ളൂ. പല്ല് അടച്ചു വെക്കാവുന്നതേ ഉള്ളൂ. അതെ, അതിനുശേഷം പല്ലിന് നിറ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ ബ്ലീച്ചിങ്
ചെയ്ത് പല്ലിനെ നിറത്തിലേക്ക് മാറ്റിയെടുക്കാം നമുക്ക്. ഓക്കെ മാഡം, ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ സാർ, എന്തായാലും ഇപ്പൊ പറഞ്ഞ പോലെ പല്ലിന് മഞ്ഞ നിറം വരാം, അതുപോലെ തന്നെ പുളിപ്പ് അനുഭവപ്പെടുക, അതുപോലെ ഈ അകത്ത് ഇപ്പോൾ ഈ നല്ല തണുത്തതോ നല്ല ചൂടുള്ള വസ്തുക്കളോ നല്ല മധുരമുള്ളത് കഴിക്കുമ്പോൾ ഒരു വേദന പോലെ തോന്നുന്നു. ഇപ്പൊ ഇതൊക്കെ സാധാരണ ഒരുപാട് പേര് പറയാറുള്ള സിംറ്റംസ് ആണ്. ഇതിനൊക്കെ റീസൺ എന്താണ്? അപ്പോൾ ഓരോന്നായിട്ട് പറയുവാണെങ്കിൽ പ്രധാനമായിട്ടും റീസൺ പല്ലിന്റെ പുറമെയുള്ള ഇനാമൽ നഷ്ടപ്പെടുമ്പോഴാണ് വരിക. പല്ലിന്റെ തൊട്ട് താഴെയുള്ള ഇനാമലിന് തൊട്ട് താഴെയുള്ള ഡെന്റിൻ എന്നുള്ള ഒരു ലെയർ പുറത്തേക്ക് കാണുമ്പോഴാണ് ഇത് കൂടുതലായിട്ടും വരിക. അപ്പൊ ഡെന്റിൻ എന്ന് പറഞ്ഞ ലെയറിനകത്ത് ഞരമ്പുകൾ കൂടുതലായിട്ടുണ്ട്, ഇനാമലിനെക്കാട്ടിൽ കൂടുതൽ ഞരമ്പുകളുണ്ട്. അപ്പൊ അത് എക്സ്പോസ് ചെയ്ത് പുറത്തേക്ക് വരുന്ന സമയത്ത് ചൂടും തണുപ്പും മധുരം അതെ കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യും അത്. അപ്പൊ ആ സാഹചര്യത്തിൽ നമുക്ക് ഒത്തിരി വലിയ തകരാറുണ്ടെങ്കിൽ പല അടച്ച് ലെവലാക്കി എടുക്കാം. ഇല്ലെങ്കിൽ ആന്റി സെൻസിറ്റീവ് പേസ്റ്റുകൾ, അത് സെൻസിറ്റിവിറ്റി കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ ഡെന്റിന്റെ ചെറിയ ഞരമ്പുകളിലെ ട്യൂബുകൾ അടയ്ക്കാനുള്ള പേസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചാൽ ഒരു പരിധി വരെ മാറിക്കിട്ടും. ഓക്കെ സാർ, ഇപ്പോൾ ഐഡിയയുടെ എന്താ പറയുക കീഴിൽ സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഫോർ എക്സാമ്പിൾ ഡോക്ടേഴ്സിനുള്ള അവയർനെസ് പ്രോഗ്രാം, സ്കൂൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്കുള്ള അല്ലെങ്കിൽ ഇപ്പോൾ സ്പെഷ്യൽ ടീച്ചേഴ്സിനൊക്കെ ഉള്ള അവയർനെസ് പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ മെഡിക്കൽ ക്യാമ്പ്സ് നടത്താറുണ്ടോ? തീർച്ചയായിട്ടും. ഓക്കെ, എത്രയാണ്, എത്ര ഒക്കേഷനിൽ എത്ര നടത്താറുണ്ട്? ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സ് തന്നെയാണ്. ഞങ്ങളുടെ എല്ലാ ബ്രാഞ്ചുകളും കാലാകാലങ്ങളിൽ ദന്ത ക്യാമ്പുകൾ, ആ ക്യാമ്പുകളെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചാൽ പബ്ലിക്കിനോടൊപ്പം തന്നെ ജയിലുകളിൽ, ജീരിയാറ്റിക് ഹോംസിൽ, ഓർഫനേജസിൽ, പല ഓർഫനേജസ് ഞങ്ങൾ കാലങ്ങളിൽ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പണ്ട് ഞങ്ങൾക്ക് ശബരിമലയിൽ ഞങ്ങളുടേതായിട്ട് തന്നെ ഒരു ചികിത്സാ കേന്ദ്രം ഉണ്ടായിരുന്നു. ഏതൊക്കെ വിഭാഗങ്ങളിൽ ഞങ്ങളുടെ ആൾക്ക് എത്തിപ്പെടാമോ അവിടെയൊക്കെ എത്തിപ്പെടുന്നുണ്ട്. ഒരു കോൾ ഉണ്ട് സർ. ഹലോ മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ കടയ്ക്കുന്ന രാജലക്ഷ്മിയാണ്. മാഡം ഡോക്ടറോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ രാജലക്ഷ്മി, പറഞ്ഞോളൂ. ഡോക്ടർ, എന്റെ മകന് 8 വയസ്സായി. ഫ്രണ്ടിലെ 2 പല്ല് പോയി, ഇതുവരെ വന്നില്ല. 6 മാസമായി പോയിട്ട്. ഓക്കെ, 8 വയസ്സ് പൂർത്തിയായി അല്ലേ? അതെ. അപ്പൊ ആ സാഹചര്യത്തില് ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് ഒന്ന് എക്സ്റേ എടുത്ത് നോക്കുക, അകത്ത് കളിക്കേണ്ട പല്ലിന്റെ സ്ഥാനം എവിടെയാണെന്നുള്ളത്. ചില ആളുകളുടെ പല്ലിന്റെ മോണ കുറച്ച് കടുപ്പം കൂടുതലായിരിക്കും, കട്ടി കൂടുതലായിരിക്കാം. പല്ല് കേടായിരുന്നു. അതെ. അപ്പൊ മോണയ്ക്ക് കട്ടി കൂടുതലാണെങ്കിൽ പല്ല് കിളിച്ച് പുറത്തേക്ക് വരാനൊരു അല്പം താമസം വന്നേക്കാം. ഡോക്ടറെ കണ്ടു. അപ്പോഴ് 3 മാസം ആയപ്പോഴാണ് പോയി കണ്ടു. അപ്പോൾ പറഞ്ഞു 6 മാസം ആകുമ്പോ വരുമെന്ന് പറഞ്ഞു. ഇതുവരെ വന്നില്ല. ഓക്കെ, അപ്പൊ ഡോക്ടർ പറയുന്ന അനുസരിച്ച് തന്നെ ഒരല്പം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം വേണമെങ്കിൽ. എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മോണ ആ ഭാഗത്ത്, പല്ല് കിളിച്ച് വരേണ്ട ഭാഗത്ത് മോണയൊന്ന് പൊട്ടിച്ചു വിട്ടാലേ പല്ല് പുറത്തേക്ക് ഇങ്ങി പോരും. പേടിക്കാനൊന്നുമില്ല. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ സാർ, ഇപ്പോൾ പല്ലിന്റെ കേടിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ കേടിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എന്ത് ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് കേടെന്ന് സംശയിച്ച് നമ്മൾ ഡോക്ടറെ കാണേണ്ടത്? നിറവ്യത്യാസം, ഓക്കെ, പല്ലിന്റെ കുഴികൾക്കകത്ത് ചെറിയ കറുത്ത പാടുകൾ, പിന്നീട് ചെറിയ പുളിപ്പുകൾ, ചെറിയ തോതിൽ വേദനകൾ, ആഹാരം കഴിക്കുന്ന വേദന, ചൂട് തണുപ്പ് അങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് സാധാരണയിൽ കവിഞ്ഞൊരു വ്യത്യാസം വരുന്നെങ്കിൽ ഡോക്ടറെ കാണിക്കേണ്ടത്. സാർ, എന്തായാലും നമ്മുടെ ഇപ്പോൾ സാർ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ കേരള സ്റ്റേറ്റിലെ പ്രസിഡന്റ് ആണ്. എന്തൊക്കെയാണ് സാറിന് ഇപ്പോൾ സാറിന് കുറച്ച് ഡ്രീംസ് ഉണ്ടാവുമല്ലോ ആസ് എ പ്രസിഡന്റ്, ബിക്കോസ് ഒരു പൊസിഷനിൽ ഇരിക്കുവാണ്, ഒരു പവറിൽ ഇരിക്കുവാണ്, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പവറാണത്. എന്തൊക്കെയാണ് സാറിന്റെ ഡ്രീംസ്? നമുക്ക് ഇനി ഈ ഒരു ഡെന്റൽ സയൻസിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നാണ്? ഒന്ന്, കേരളത്തിലെ കൂടുതൽ റിസർച്ചസ് ദന്ത ചികിത്സാ രീതികളിൽ വരേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം പല കാര്യങ്ങൾക്കും പുറമെയുള്ള രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അതിനു പകരം കേരളത്തിലെ റിസർച്ച് വഴി വന്നിട്ടുള്ള കാര്യങ്ങൾ, ഉപകരണങ്ങൾ അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ മറ്റു രാജ്യങ്ങൾ നമ്മളെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതി വരുന്നത് ഞാൻ സ്വപ്നം കാണുന്നുണ്ട് ശരിക്കും. അതുപോലെ ഞങ്ങൾ ഓരോരുത്തരും, കേരളത്തിലെ ഓരോ വ്യക്തിക്കും ഒരു സുസ്ഥിരമായ പുഞ്ചിരി നൽകാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതിൽ ഓരോ ഡെന്റൽ സർജനും, കേരളത്തിലുള്ള ഓരോ ഡെന്റൽ സർജനും അതിന്റെ തീവ്ര യത്നത്തിലാണ് ഓരോ ദിവസവും. ഓക്കെ സാർ, എന്തായാലും ഇന്നത്തെ ഒരു ടോക്കിലൂടെ സാർ ഇപ്പോൾ ആ ഡെന്റൽ അസോസിയേഷനെ കുറിച്ച് ഒരുപാട് പേർക്ക് കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഫംഗ്ഷൻസിനെ കുറിച്ചോ അവർ എന്തൊക്കെ നടത്തുന്നുണ്ട് എന്നതിനെ കുറിച്ചിട്ട് പലർക്കും അറിയുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ സാർ പറഞ്ഞ നാഷണൽ ഡെന്റിസ്റ്റ് ഡേ, അതിപ്പോൾ മാർച്ച് 6-ന് വരുവാന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് പലർക്കും അറിവുണ്ടാവില്ല. പക്ഷേ അതിൻ്റെ പേരിൽ സാർ ഓരോ റീജിയണൽ സെൻറ്റേഴ്സിലും അതിൻ്റെതായ പരിപാടികൾ നടത്തുന്നുണ്ടെന്നും ഒരുപാട് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ജനങ്ങൾക്ക് അതൊക്കെ അറിയാൻ സാധിച്ചു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇടയ്ക്ക് വളരെ കോമൺ ആയിട്ടുള്ള
ചില പ്രശ്നങ്ങളുടെ സിംറ്റംസും എപ്പോൾ നമ്മൾ ഡോക്ടറെ സമീപിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാർ വളരെ ലഘുവായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു രീതിയിൽ പറഞ്ഞു തന്നു. വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു സർ. താങ്ക്സ് ഫോർ ബീയിങ് ഹിയർ. ഓക്കെ, താങ്ക് യു. ജയ് ഹിന്ദ് ടിവി ഫോർ ഓൾ. ഓക്കെ, വീണ്ടും കാണുവരെ നന്ദി. നമസ്കാരം. നമസ്കാരം.